ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ചില ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിനി വിൽസൺ. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, തൻ്റെ കാലം അറിയാത്തത് ആരാണ്? ഉത്തരം മനുഷ്യൻ. സഭാപ്രസംഗി 9:12. അടുത്ത ചോദ്യം, ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവനൊക്കെയും ഉള്ളത് എന്താണ്? ഉത്തരം പ്രത്യാശ. 9:4. അടുത്ത ചോദ്യം, വിത്ത് വിതയ്ക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം രാവിലെ. 11:6. അടുത്ത ചോദ്യം, മേൽപ്പുര വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം മടുവ് കൊണ്ട്. 10:18. അടുത്ത ചോദ്യം, ഇരുട്ടിൽ നടക്കുന്നത് ആരാണ്? ഉത്തരം ഭോഷൻ. സഭാപ്രസംഗി 2:14. അടുത്ത ചോദ്യം, കണ്ണുനീരൊഴുക്കുന്ന പീഡിതന്മാർക്കില്ലാത്തത് ആരാണ്? ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ദൈവവചനം പഠിക്കുവാൻ വേണ്ടിയാണല്ലോ, അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, ആർക്കാണ്? ഉത്തരം ഐശ്വര്യപ്രിയന്. സഭാപ്രസംഗി 5:10. അടുത്ത ചോദ്യം, മൂഢന്മാർ എന്തുകൊണ്ടാണ് ദോഷം ചെയ്യുന്നത്? ഉത്തരം പരിജ്ഞാനമില്ലായ്കയാൽ. 5:1. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ പ്രയത്നമൊക്കെയും എന്തിനു വേണ്ടിയാകുന്നു? ഉത്തരം അവൻ്റെ വായ്ക്കു വേണ്ടി. 6:7. അടുത്ത ചോദ്യം, ചിരിയേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം വ്യസനം. 7:3. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ജ്ഞാനം. 8:1. അടുത്ത ചോദ്യം, മഹാപാതകങ്ങളെ ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത് എന്താണ്? ഉത്തരം ശാന്തി. 10:4. അടുത്ത ചോദ്യം, മനസ്സിൽ പോലും ശപിക്കരുത്, ആരെയാണ്? ഉത്തരം രാജാവിനെ. 10:20. അടുത്ത ചോദ്യം, ഒരു ദോഷവും സംഭവിക്കുകയില്ല, ആർക്കാണ്? ഉത്തരം കൽപ്പന പ്രമാണിക്കുന്നവർക്ക്. 8:5. അടുത്ത ചോദ്യം, സേവ വിമോചനമില്ലാത്തത് എവിടെയാണ്? ഉത്തരം യുദ്ധത്തിൽ. 8:8. അടുത്ത ചോദ്യം, വളരെ നന്മ നശിപ്പിച്ചു കളയുന്നത് ആരാണ്? ഉത്തരം ഒരൊറ്റ പാവി. 9:18. അടുത്ത ചോദ്യം, മനുഷ്യന് ഭാരമായിരിക്കുന്നത് എന്താണ്? ഉത്തരം മനുഷ്യൻ്റെ അരിഷ്ടത. 8:6. അടുത്ത ചോദ്യം, പാതാളത്തിലില്ലാത്തത് എന്തെല്ലാമാണ്? ഉത്തരം പ്രവൃത്തി, സൂത്രം, അറിവ്, ജ്ഞാനം. 9:10. അടുത്ത ചോദ്യം, മൂഢൻ്റെ ബുദ്ധി ഇരിക്കുന്നത് എവിടെയാണ്? ഉത്തരം അവൻ്റെ ഇടത്തുഭാഗത്ത്. 10:2. അടുത്ത ചോദ്യം, നീരസം വസിക്കുന്നത് എവിടെയാണ്? ഉത്തരം മൂഢന്മാരുടെ മാർവിൽ. 7:9. അടുത്ത ചോദ്യം, ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നത് എന്താണ്? ഉത്തരം അല്പഭോഷത്വം. 10:1. അടുത്ത ചോദ്യം, തെക്കോട്ടും വടക്കോട്ടും ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നത് എന്താണ്? ഉത്തരം കാറ്റ്. 1:6. അടുത്ത ചോദ്യം, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ഏതാണ്? ഉത്തരം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത്. 12:13. അടുത്ത ചോദ്യം,
എങ്കിലും ദീർഘമായിരിക്കും എന്നും അവർ ഓർത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം അന്ധകാരകാലം 11:8. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.